Hello, hi dears. Welcome to അപ്പോൾ ഇന്ന് കർക്കിടകമൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ്. ഇത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗായത്രിയാണ്. ഡോക്ടർ, അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? അപ്പോൾ കർക്കിടക കഞ്ഞി തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ. നമ്മൾ ഏത് കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ദശപുഷ്പം ഇട്ടിട്ടുള്ള കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദശപുഷ്പം എന്ന് പറയുമ്പം പൂവാങ്കുരുന്നിൽ, മുക്കുറ്റി, തിരുതാളി, നിലപ്പന, പിന്നെ വിഷ്ണുക്രാന്തി, അതുപോലെ ചെറുള, കറുകപ്പുല്ല്, അങ്ങനെ അതൊക്കെയാണ് ദശപുഷ്പത്തിൽ വരുന്നത്. ഓക്കെ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശപുഷ്പം എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് സമൂലം എടുത്ത് കഴുകി വൃത്തിയാക്കി അരച്ച് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് അതിട്ട് നന്നായി വെള്ളം തിളപ്പിക്കും. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഈ അരി ആഡ് ചെയ്ത് നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചുക്ക്, മറ്റേ ആശാളി, ജീരകം അതൊക്കെ ചേർത്ത്, പക്ഷെ ശരിക്കും നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞവരരിയുടെ ഒപ്പം തന്നെ ആശാളിയും ഉലുവയും കൂടെ ചേർത്ത് അങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുക. എന്നിട്ട് പിന്നെ ചുക്കും ജീരകവും ചേർക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാം വെന്ത് വന്നു കഴിയുമ്പം തേങ്ങാപ്പാൽ ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഇന്ദുപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇന്ദുപ്പാണ് ശരിക്കും ഇതിനകത്ത് നല്ലത് അല്ലേ? നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കുന്നതിനേക്കാൾ ഇന്ദുപ്പാണ് മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് ഇന്ദുപ്പാണ്. പിന്നെ തേങ്ങാപ്പാലും ചേർക്കും. അതെ അതെ. ഇത് ദശപുഷ്പത്തിന്റെ കിഴി കെട്ടി വെച്ചിരിക്കണത് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് ഞങ്ങൾ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം, വെള്ളം എടുക്കാം. അതെ അതെ, അങ്ങനെയാണ് എടുത്തത്. ദശപുഷ്പം വെച്ച് ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞി നമുക്ക് അസുഖമുള്ള ആളുകൾക്ക് തന്നെയല്ല എല്ലാ ആളുകൾക്കും കഴിക്കാം. അതായത് അസുഖമൊന്നും ഇല്ലാത്തവർക്കും കഴിക്കാനായിട്ട് കുഴപ്പമില്ലാത്ത കഞ്ഞിയാണിത്. ഇതിപ്പം ഇതിനകത്ത് നന്നായി ഇത് കഷായ രൂപത്തിലായി കഴിയുമ്പം ഈ കിഴിയെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഞവരയുടെ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ കൂടെ ആശാളിയും ഉലുവയും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യും. ഓക്കെ. ഇത് ഞവരരിയാണ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദശപുഷ്പത്തിന്റെ കഷായത്തിലേക്ക് ചേർക്കും. ഇപ്പം ഞവര് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആശാളിയും ആവശ്യത്തിന് ഉലുവയും ചേർക്കും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടല്ലേ? ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകം, ഇന്ദുപ്പും
ചുക്കിൻ്റെ പൊടിയാണ്. ഓക്കെ. ജീരകം എന്തുമാത്രം ചേർക്കണം? ഇതെല്ലാം നമ്മളുടെ നമുക്ക് എത്ര നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു അളവിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടാൽ മതി. ഏകദേശം ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്പൂൺ വേണോ? ഒരു സ്പൂൺ ജീരകം ചേർക്കണോ? വേണ്ട, ഒരു വലിയ സ്പൂൺ ജീരകം ചേർത്താൽ മതിയാവും. ഇത് ചുക്കാണ്, ഒരു 1/4 ടീസ്പൂൺ മതി. ഈ ചുക്ക് ദഹനത്തിന് ഒത്തിരി നല്ലതാണ്. അതാണ് ഇത് എന്താ പറയുക, ഇത് ഇഞ്ചിയുടെ ഉണങ്ങിയ രൂപത്തിലുള്ളതാണല്ലോ, അപ്പം അത് ദഹനത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മേമ്പൊടി പോലെയാണ് നമ്മളിത് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവറും. അതെ അതെ. ഇത് ഇന്ദുപ്പാണ്. ഇതിന് മെഡിസിനൽ ഗുണമുണ്ട്. എല്ലാം ദഹനം സംബന്ധമായിട്ടുള്ളതാണ്. ദഹിക്കാനായിട്ടുള്ള എളുപ്പത്തിനുള്ള സാധനങ്ങളാണ് കൂടുതലും നമ്മളിതിൽ ചേർക്കണം. ഇന്ദുപ്പാകുമ്പോൾ എനിക്ക് തോന്നുന്നു ശരീരത്തിലുള്ള നീർക്കെട്ട് അങ്ങനത്തെ ഒക്കെ പോകാനും നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? അതും നമ്മളുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് വേണ്ട ഒരു ഉപ്പ് അധികം ആക്കേണ്ട കാര്യം. ഇന്ദുപ്പ് നമുക്ക് എന്തുമാത്രം ചേർക്കേണ്ടത്? ഇന്ദുപ്പ് ആവശ്യാനുസരണമാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ അധികം ആവേണ്ട കാര്യമില്ല. നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച്. ഇതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ. നന്നായി തിളച്ച് പറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1 മുറി തേങ്ങാപ്പാലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 1 മുറി തേങ്ങയുടെ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഞാൻ ചേർക്കട്ടെ? തേങ്ങാപ്പാലും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇൻഫാക്ട് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ തന്നെയാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല രുചിയും കിട്ടും. അതെ അതെ. നാളെ മുതൽ ഇവിടെ സ്ഥിരം ഉണ്ടാവും. എല്ലാവർക്കും ഒരു നേരം ഇതായിരിക്കും ഉണ്ടാവുക. അപ്പം അതപ്പോൾ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കി വെച്ചപ്പോൾ ഔഷധ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം അല്ലേ? ഈ ഒരു പാല് ശരിക്കും പിരിഞ്ഞൊന്നും പോവാതെ കുറച്ച് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കണം. പിന്നെ അത് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞാണ് അത് ചേർക്കുക. അപ്പോൾ അത് ചേർത്ത് അത് ഇങ്ങനെ തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കർക്കിടക കഞ്ഞി. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാട്ടോ. ഏത് പ്രായക്കാർക്കും വേണമെങ്കിലും കഴിക്കാം. ഏത് അസുഖമുള്ളവർക്കും അസുഖം ഇല്ലാത്തവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഔഷധ കഞ്ഞിയാണ്. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കർക്കിടക കഞ്ഞി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാല്ലേ? നല്ല ടേസ്റ്റാണ്. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു രുചിയും പിന്നെ കയ്പൊന്നും ഇല്ല അല്ലേ? ഒട്ടും തന്നെ കയ്പ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ തേങ്ങാപ്പാലിൻ്റെ രുചി, അതുപോലെ തന്നെ ആശാളി, ഉലുവ, ഉപ്പ് എല്ലാം നല്ല കറക്റ്റായിട്ട് പാകത്തിന് ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഡോക്ടർ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി നല്ലൊരു കർക്കിടക കഞ്ഞി പറഞ്ഞു തന്നതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കർക്കിടകത്തിനൊക്കെ ഇതൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആവുക. താങ്ക് യു.